ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതും സ്വാദിഷ്ടവും ഹെൽത്തിയുമായ ഒരു ഇടിഞ്ചക്ക തോരൻ തയ്യാറാക്കിയാലോ? എളുപ്പത്തിന് വേണ്ടി നമുക്ക് കുക്കറിൽ വേവിക്കാം. ഈ ഇടിഞ്ചക്ക തോരൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏകദേശം 2 കിലോയോളം വരുന്ന ഒരു ചക്കയാണ് നമ്മളിന്ന് എടുക്കുന്നത്. ആദ്യം നമുക്ക് ചക്കയുടെ മുള്ളെല്ലാം ചെത്തി വൃത്തിയാക്കണം. എന്നിട്ട് അതിന് ശേഷം എന്താ എടുക്കണം? ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലാക്കണം. ചെറുതായിട്ട് ചെറിയ പീസുകളാക്കുക കേട്ടോ. ചെറിയ പീസുകളാക്കിയിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കുക്കറിലാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇടിഞ്ചക്ക തോരൻ്റെ അരപ്പിനുള്ള സാധനങ്ങൾ: ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്, കുരുമുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കണേ, അതുപോലെ ചെറിയുള്ളി. ഇത്രയും ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ചതച്ചെടുക്കാം. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കണേ, പച്ചമുളക്, തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായി ചതച്ചെടുക്കാം. ചതച്ച അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ചക്ക ഇത് നാറിയിട്ട് ചതച്ചെടുക്കണം. ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഇടികല്ലി വെച്ചൊന്ന് ചതച്ചെടുക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണേ. വറ്റൽമുളക് മൂത്തതിന് ശേഷം നമുക്ക് 2 സ്പൂണ് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയൊക്കെ ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ചക്കത്തോരൻ്റെ മെയിൻ ടേസ്റ്റാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അരി, അതുപോലെ 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉഴുന്ന് പരിപ്പും അരിയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മൂത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കണേ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിടണേ. അതുപോലെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ചേർക്കാവേ. കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഇടിച്ചക്കയിൽ ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് ഈ അടപ്പ് മാറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പും ചേർത്ത് നന്നായി ഇളക്കണേ. അരപ്പൊന്ന് വേകാൻ വേണ്ടിയേ കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. അരപ്പിൻ്റെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണേ മൂടി വെച്ചേക്കാം. ഇടിച്ചക്കത്തോരൻ റെഡിയായി കാണും. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. കണ്ടോ, അടിപൊളിയാണേ. നല്ല മണമൊക്കെ ഉണ്ട്. നമ്മൾ ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് പറയുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം.